നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സലാഹ് അഹമ്മദ് ഖാലിദ് അൽ മുഹറക്കി നിര്യാതനായി. ബഹ്റൈനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ബഹ്റൈൻ റേഡിയോ സ്റ്റേഷൻ മുൻ മേധാവിയുമായ സലാഹ് അഹമ്മദ് ഖാലിദ് അൽ മുഹറക്കി നിര്യാതനായി. ബഹ്റൈൻ ന്യൂസ് ഏജൻസി, ബഹ്റൈൻ റേഡിയോ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിര്യാണത്തിൽ ഇൻഫർമേഷൻ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹം നൽകിയ സംഭാവനകൾ മൂല്യമുള്ളതാണെന്നും അതിനെ ബഹുമാനത്തോടെ ഓർമ്മിക്കപ്പെടുമെന്നും മന്ത്രാലയം അറിയിച്ചു. വേനലവധി, പെരുന്നാൾ, വിഷു, ഗൾഫ് മേഖലകളിൽ നിന്നുള്ള യാത്രാ നിരക്ക് 5 ഇരട്ടി വർദ്ധിപ്പിച്ചു. സ്കൂൾ മധ്യവേനലവധി, പെരുന്നാൾ, വിഷു എന്നിവ മുന്നിൽ കണ്ടാണ് ടിക്കറ്റ് നിരക്ക് വർധന. പ്രവാസികൾ കൂടുതലുള്ള ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് സെക്ടറുകളിലേക്കുള്ള യാത്രാ നിരക്കിൽ വൻ വർധനയാണ് വരുത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് 12,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് ലഭിച്ചിരുന്നത് 40,000 മുതൽ 60,000 വരെയായി ഉയർന്നു. നെടുമ്പാശ്ശേരി, കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് സെക്ടറുകളിലേക്കുള്ള നിരക്കിലും വർധനയുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജിദ്ദ, കരിപ്പൂർ, കണ്ണൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം നിരക്കും വർദ്ധിക്കും. 39,000 മുതൽ 53,000 രൂപ വരെ വർദ്ധിക്കും. 15,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്. അതേസമയം രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് നിരക്ക് വർധനയില്ല. മിക്ക മേഖലകളിലും ടിക്കറ്റുകൾ ലഭ്യമല്ലാതെയായിട്ടുമുണ്ട്. ബിരുദം അനിവാര്യമല്ലാത്ത പൊതു സ്വകാര്യ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി MP-മാർ. 5 വർഷത്തിനുള്ളിൽ ഇത്തരം തസ്തികകളിലുള്ള വിദേശികളെ മാറ്റി സ്വദേശികളെ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് MP-മാരായ ലുൽവ അലി അൽ റുമൈഹി, മുനീർ ഇബ്രാഹിം സുറൂർ എന്നിവർ മുന്നോട്ട് വച്ചത്. രാജ്യത്തെ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനുമായി എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരം തസ്തികകളിലെ വിദേശ സാന്നിധ്യം കണ്ടെത്തണമെന്നും സർക്കാരിനോട് MP-മാർ ആവശ്യപ്പെട്ടു. എന്നാൽ 2010 സിവിൽ സർവീസ് നിയമത്തിലെ ആർട്ടിക്കിൾ 11 പ്രകാരം ഇത്തരം മേഖലകളിൽ ബഹ്റൈനികൾക്ക് മുൻഗണന നൽകുന്നതിൽ കമ്മീഷൻ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ചീഫ് ഷെയ്ഖ് ദായിജ് ബിൻ അൽ ഖലീഫ പറഞ്ഞു. അത്തരം യോഗ്യതയുള്ളവരെ കിട്ടാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വിദേശ തൊഴിലാളികളെ പരിഗണിക്കുന്നതെന്നും കൂടാതെ വിദേശികളുടെ തൊഴിൽ കോൺട്രാക്ട് പുതുക്കുന്നതിന് മുൻപ് യോഗ്യരായ ബഹ്റൈനുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ നിയന്ത്രിക്കുന്നതിനും ബഹ്റൈൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രത്യേകതകളെ മനസ്സിലാക്കിയ ജനറൽ ഫെഡറേഷൻ ഓഫ് ബഹ്റൈൻ ട്രേഡ് യൂണിയൻസും ബഹ്റൈൻ ഫ്രീ ലേബർ യൂണിയൻസും ഫെഡറേഷനും ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ആംബുലൻസ് അവതരിപ്പിച്ച് ബഹ്റൈൻ. ഗതാഗത കുരുക്കുകളിലും ഇടുങ്ങിയ പ്രദേശങ്ങളിലും അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് മോട്ടോർ സൈക്കിൾ ആംബുലൻസിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ ആംബുലൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും സന്ദർശിക്കാനെത്തിയ പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ മോട്ടോർ സൈക്കിൾ ആംബുലൻസ് നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്തു. കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എല്ലാവിധ സഹകരണവും അറിയിച്ചു. കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ഈ സേവനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ബഹ്റൈനിൽ ചെറിയ പെരുന്നാൾ മാർച്ച് 30-നായിരിക്കുമെന്ന് പ്രവചനം. ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ മാർച്ച് 30-നായിരിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. മാർച്ച് 29 ശനിയാഴ്ച റമദാൻ 29 പൂർത്തിയാക്കി മാർച്ച് 30 ഷവ്വാൽ 1 ആയിരിക്കുമെന്ന് ഖാസിം സർവകലാശാലയിലെ മുൻ കാലാവസ്ഥാ പ്രൊഫസറും സൗദി വെതർ ആൻഡ് ക്ലൈമറ്റ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നാദ് എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. റമദാൻ ആരംഭിച്ച അതേ ദിവസം തന്നെ, അതായത് ശനിയാഴ്ച റമദാൻ അവസാനിക്കുമെന്നും മാർച്ച് 30 തന്നെ ഈദായിരിക്കുമെന്നുമാണ് പ്രവചനം. എന്നാൽ മാസപ്പിറവി കാണുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാവുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ചാമ്പ്യൻസ്. ബഹ്റൈൻ ക്രിക്കറ്റ് ടീമിന് ഊഷ്മള സ്വീകരണം. വിദേശ പര്യടനം കഴിഞ്ഞ് അഭിമാന നേട്ടവുമായി തിരിച്ചെത്തിയ ബഹ്റൈൻ ക്രിക്കറ്റ് ടീമിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ടൂർണമെന്റ് വിജയം ഉൾപ്പെടെ 3 കിരീടങ്ങളുമായാണ് ബഹ്റൈൻ ടീം തിരിച്ചെത്തിയത്. നാടിന്റെ യശസ് വാനോളം ഉയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കും ടീം സ്റ്റാഫിനും ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു എയർപോർട്ടിൽ സ്വീകരണം ഒരുക്കിയത്. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ ചെയർമാൻ മുഹമ്മദ് മൻസൂർ, പ്രസിഡന്റ് സമി അലി തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ സന്നിധരായിരുന്നു. T20 ലോകകപ്പ് ക്വാളിഫയറിന് ശേഷം നടന്ന വിദേശ പര്യടനങ്ങളിലുടനീളം മികച്ച പ്രകടനമാണ് ബഹ്റൈൻ ക്രിക്കറ്റ് ടീം നടത്തിയത്. ആദ്യം വന്ന ഇന്തോനേഷ്യൻ T20 സീരീസിൽ 4-1 ആതിഥേയരെ തകർത്താണ് ബഹ്റൈൻ പരമ്പര നേടിയത്. പിന്നീട് നടന്ന സിംഗപ്പൂർ പര്യടനത്തിൽ 3-0 സീരീസ് തൂത്തുവാരി. അവസാനമായി മലേഷ്യയിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലും കിരീടം നേടി. ഹോങ്കോങ്ങും മലേഷ്യയുമായിരുന്നു എതിരാളികൾ. അജയ്യരായി ഫൈനലിലെത്തിയ ബഹ്റൈൻ ഫൈനലിൽ 8 വിക്കറ്റിന് ഹോങ്കോങ്ങിനെ തകർത്ത് കപ്പടിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ അഹ്മർ ബിൻ നാസറിനെയും സംഘത്തെയും പരിശീലകർ പ്രഭാകരും ടീമും മാനേജ്മെന്റും പ്രശംസകൾ കൊണ്ട് ചൊരിഞ്ഞു. ബഹ്റൈന്റെ വിജയത്തിളക്കത്തിൽ മലയാളി സാന്നിധ്യം ഉണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ്. മലയാളിയായ 16-കാരൻ മുഹമ്മദ് ബാസിൽ പരമ്പരയിൽ ബഹ്റൈൻ ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് പ്രവാസി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും അവരുടെ ഫാമിലിക്കുമായി മനാമ എമിറേറ്റ്സ് ടവറിലെ എക്സ്പ്രസ് റെസ്റ്റോറന്റ് ഹാളിൽ നടത്തിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. 100-ൽ പരം ആളുകൾ പങ്കെടുത്ത കുടുംബ സംഗമം ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജ്യോതിഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷം വഹിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമതി വാണി ശ്രീധർ, പ്രമുഖ സാമൂഹിക പ്രവർത്തകനും മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ സലാം മമ്പാട്ടുമൂല, കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിൽ UK, സാമൂഹിക പ്രവർത്തകനായ മൻഷീർ രാജേഷ്, രക്ഷാധികാരി ഗോപാലൻ VC, ചീഫ് കോർഡിനേറ്റർ ജോണി താമരശ്ശേരി, ഡയറക്ടർ ബോർഡ് മെമ്പറും ഇഫ്താർ കൺവീനറുമായ സലീം ചിങ്ങപുരം, ശ്രീജിത്ത് കുറിഞ്ഞാലിയോട്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് മുബീന മൻഷീർ, ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ സന്ധ്യ രാജേഷ്, സെക്രട്ടറി ശ്രീനന്ദ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ട്രഷറർ റിഷാദ് വലിയഗത്ത് സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു. ലാൽ KS ഇഫ്താർ പതിവ് പോലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കൊപ്പം. ബഹ്റൈനിലെ മോഹൻലാൽ ആരാധകരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ ലാൽ KS എല്ലാ വർഷങ്ങളിലെയും പോലെ സൽമാബാദിലെ തൊഴിലിടങ്ങളിലെ 200ഓളം സാധാരണക്കാരായ തൊഴിലാളികൾക്കുമൊത്ത് ഇഫ്താർ സംഗമം നടത്തി. കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് FM ഫൈസൽ റമലാൻ സന്ദേശം നൽകി. എപിക്സ് തിയേറ്റർ മാനേജേഴ്സ് മനോജ്, വേൾഡ് മലയാളി കൗൺസിൽ വൈസ് ചെയർമാൻ സന്ധ്യ രാജേഷ്, സിംല ജാസിം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ അരുൺ G നെയ്യാർ സ്വാഗതവും സെക്രട്ടറി ഷൈജു കൻപ്രത്ത് നന്ദിയും പറഞ്ഞു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റൈൻ ഫോറം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS പങ്കെടുത്തു. ബഹ്റൈനിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസികളുടെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക കൂട്ടായ്മയായ വോയിസ് ഓഫ് ട്രിവാൻഡ്രം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. 800ഓളം പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ട്രിവാൻഡ്രം അംഗങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായവും ചടങ്ങിൽ സംസാരിച്ച ജില്ലാ കളക്ടർ വാഗ്ദാനം ചെയ്തു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് CBK കുര്യൻ, വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല, സെക്രട്ടറി അരവിന്ദ്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശില്പ പ്രിജിലാൽ, സെക്രട്ടറി ആയിഷ, ഇഫ്താർ കമ്മിറ്റി കൺവീനർ അൻഷാദ്, അനീഷ്, രജനി, സുമ, ആശ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഇഫ്താർ മജ്ലിസ് 2025 നേതൃത്വം നൽകി. ബഹ്റൈനിലെ പ്രമുഖ കലാ സാംസ്കാരിക കാരുണ്യ സംഘടനകളുടെ പ്രതിനിധികൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇഫ്താർ കമ്മിറ്റി കൺവീനർ അൻഷാദ് നന്ദി രേഖപ്പെടുത്തി. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹിയുടെ സാന്നിധ്യത്തിൽ നിർധനരായവർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ആതുര സേവന രംഗത്ത് SNCS നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ MP പ്രശംസിക്കുകയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ചടങ്ങിന് ചെയർമാൻ കൃഷ്ണകുമാർ D, സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ നേതൃത്വം നൽകി. മനാമ സൂക്കിലെ തൊഴിലാളികൾക്ക് ആശ്വാസമായി ICF സമൂഹ നോമ്പുതുറ. ICF വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന പ്രതിദിന സമൂഹ നോമ്പുതുറ മനാമ സൂക്കിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമാകുന്നു. മനാമ സുന്നി സെന്ററിൽ നടന്നു വരുന്ന നോമ്പുതുറയിൽ 250-ലധികം ആളുകളാണ് ദിനേന സംബന്ധിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയ മജ്ലിസുകൾ, ഖുർആൻ പഠന പാരായണ സദസ്സുകൾ, മത്സരങ്ങൾ എന്നിവയും നടന്നുവരുന്നു.
ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ച് സർക്കാർ. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 2 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.